പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം. നമ്മൾക്കെല്ലാവർക്കും ശ്രദ്ധാപൂർവം അത് ശ്രവിക്കാം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ഈ പുലർവേളയിൽ ദൈവവചനം ചിന്തിക്കുവാനും ശ്രവിക്കുവാനും ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അറിയിക്കപ്പെട്ടത് സദ്വാർത്തയാണെങ്കിൽ കൂടി അല്പമൊരു ആലസ്യമില്ലാതെ പാദങ്ങൾ ചരിക്കേണ്ടതല്ല. എന്നിട്ടും ആ ഇടയന്മാർ അതിവേഗം പോകുന്നുണ്ടല്ലോ. ചില കാഴ്ചകൾ ആദ്യം കണ്ടെങ്കിലേ തൃപ്തി വരൂ. ഇഷ്ടതാരത്തിൻ്റെ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കണ്ടെങ്കിലേ ചില ആരാധകർക്ക് തൃപ്തി വരൂ എന്നതുപോലെ തന്നെയാണിത്. യഥാർത്ഥ ആരാധകർ അങ്ങനെയാണ് താനും. അവർക്ക് തിടുക്കമുണ്ടാകും, വേഗതയും ഉണ്ടാകും. മനസ്സ് എത്തി നിൽക്കുന്നിടത്തേക്ക് ആരാധന അർപ്പിക്കാൻ പോകുമ്പോൾ ചടുലത ഉണ്ടാകുന്നുണ്ട്. കാലുകൾക്കും ഹൃദയത്തിനും ദൈവിക വെളിപാടുകൾക്ക് അതിവേഗം മറുപടി കൊടുക്കുന്നവർക്ക് ഉള്ളതാണല്ലോ സുവിശേഷം. അതുകൊണ്ട് തന്നെയല്ലേ സുവിശേഷങ്ങളിൽ ഇത്തരക്കാരെ നാം കൂടുതൽ കണ്ടുമുട്ടുന്നത്. മംഗളവാർത്തകളൊക്കെ ആദ്യം അവർക്ക് ലഭിക്കുന്നതും തിടുക്കത്തിൽ എഫ്രായിം മലഞ്ചെരുവിലൂടെ യാത്രയാകുന്ന പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം. ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന യൗസേപ്പ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. തിടുക്കത്തിൽ ഇറങ്ങി അവൻ്റെ അരികിലേക്ക് എത്തുന്ന സക്കേയോസ്. ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. കല്ലറയിലേക്ക് ഓടുന്ന പത്രോസ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 12-ാം തിരുവചനം. പത്രോസിനേക്കാൾ വേഗതയിൽ ഓടി കല്ലറയുടെ അടുത്തെത്തുന്ന യോഹന്നാൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 4-ാം തിരുവചനം. സാക്ഷ്യപ്പെടുത്താനുള്ള അനുഭവം മറ്റൊന്നല്ല. രക്ഷകൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത കേട്ട നിമിഷം അതിവേഗം പുൽക്കൂട്ടിലേക്ക് ഓടുന്ന ഇടയന്മാരുടെ അനുഭവം പോലെ. വേഗതയും തിടുക്കവും തമ്മിൽ എന്താണ് അന്തരം? എന്തിനാണ് ബേത്ലഹേമിൻ്റെ മലഞ്ചെരുവിലൂടെ ആ ഇടയന്മാർ ഇത്ര തിടുക്കത്തിൽ ഓടുന്നത്? എന്തിനാണ് ഗർഭധാരണത്തിൻ്റെ ആദ്യ ദിനങ്ങളിലുള്ള ഒരു പെൺകുട്ടി എഫ്രായിം മലഞ്ചെരുവിലൂടെ തിടുക്കത്തിൽ യാത്രയാകുന്നത്? വേഗത കാലുകൾക്ക് ആണെങ്കിൽ തിടുക്കം മനസ്സിനാണ്. മനസ്സ് എത്തി നിൽക്കുന്നിടത്തേക്ക് ആകുമ്പോൾ അറിയാതെ കാലുകൾക്ക് വേഗത ഏറിപ്പോകും. ഇത് അറിയണമെങ്കിൽ നെഞ്ചുരച്ച് മരത്തിൽ നിന്ന് ഊർന്നിറങ്ങി വന്ന സക്കേവോസിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ തന്നെ തിടുക്കത്തിൽ അതിവേഗം പ്രതികരിക്കാനാകണം ദൈവീക വെളിപാടുകളോട്. മറുചോദ്യമില്ലാതെ ഇറങ്ങിത്തിരിക്കണം. അബ്രഹാത്തെ പോലെ, യൗസേപ്പിനെ പോലെ, നമ്മുടെ പുണ്യപിതാവ് മാർ ഇവാനിയോസ് തിരുമേനിയെപ്പോലെ അങ്ങനെയുള്ള യാത്രകളെ പുൽക്കൂട്ടിലും ശുശ്രൂഷ വേദികളിലും ആത്മനിറവിൻ്റെ ജെറുസലേമിലും ശൂന്യമായ കല്ലറയിലും ഒടുക്കം
അവൻ്റെ പാദങ്ങളിലും ചെന്നെത്തു. അല്ലാത്ത വേഗതകൾ ഇരുട്ടിലേക്ക് എത്തിക്കും. നീ ചെയ്യുന്നത് വേഗം ചെയ്യുക എന്ന ഗുരുമൊഴി ശ്രവിച്ചവൻ ഉടനെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നാം കാണുന്നു. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സിൻ്റെ തിടുക്കം. നമ്മുടെ വേഗതകളുടെ ലക്ഷ്യം എവിടേക്കാണ്? എങ്ങോട്ടാണ് നാമെല്ലാം ഇത്ര തിടുക്കത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ 8 നോമ്പിൻ്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ വേഗതകളെയും തിടുക്കങ്ങളെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പാദങ്ങളിൽ എത്തിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.